എന്താണെന്നറിയോ, പോലീസിൽ CPM നിയന്ത്രണത്തിലുള്ള സെല്ലാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസിന്റെ എല്ലാ അതിക്രമങ്ങളെയും അവർ ന്യായീകരിക്കുകയാണ്, അതിന് കൂട്ടുനിൽക്കുകയാണ്, പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ച് ദുരുപയോഗം ചെയ്യുകയാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, പയ്യന്നൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി അതിനെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ന്യായീകരിച്ചു. പൊതുസമൂഹത്തിൽ നിയമസഭയിൽ അതിനെ ന്യായീകരിച്ചു. ആ പോലീസുകാർക്ക് സംരക്ഷണം നൽകി. അതുകൊണ്ട് എന്ത് കുറ്റങ്ങൾ ചെയ്താലും അധികാരികൾ, മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ്, ഭരണാധികാരികൾ, രാഷ്ട്രീയ നേതൃത്വം തങ്ങളെ സംരക്ഷിക്കും എന്ന ധാരണയിൽ തന്നെയാണ് പോലീസുകാര് ആവർത്തിച്ച്. CPM ലോക്കൽ സെക്രട്ടറിക്കും പോലീസിന്റെ ഭാഗത്തുനിന്ന് മർദ്ദനേറ്റല്ലോ. അദ്ദേഹത്തിന്റെ കഥയുണ്ടല്ലോ. ഇപ്പൊ ബീച്ചിലെ കാര്യം പറഞ്ഞല്ലോ. കേരളത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും ഈ വാർത്തകൾ വരികയാണ്. അതുകൊണ്ട് ഇവർക്ക് മാതൃകാപരമായ ശിക്ഷ, ഇതെല്ലാം പരാതികൾ ഉയരുന്ന സന്ദർഭത്തിൽ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് സന്നദ്ധമാണ്. ഈ ആഭ്യന്തര വകുപ്പിനെതിരെ ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ഇത്തരം പരാതികൾ അത് വലിയൊരു പൊളിച്ചെഴുത്ത് ആവശ്യമാണെന്നാണോ? ആഭ്യന്തര വകുപ്പിനെതിരെ ഈ പരാതി മാത്രമല്ല, ഇതിനു മുൻപ് ഞാൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ പക്ഷപാതം, തിരുവനന്തപുരത്തെ കോടതിയുടെ വിധി എന്താണ്? അജിത് കുമാറിന്റെ കേസിലെ കോടതി വിധി എന്താണ്? മുഖ്യമന്ത്രി എന്തിനാണ് അന്വേഷണത്തിൽ ഇടപെട്ടത്? അന്വേഷണത്തിൽ ഇടപെട്ടു എന്നുള്ളത് രേഖാപരമായി തെളിഞ്ഞ കാര്യങ്ങളല്ലേ? അതിനെതിരെ ഹൈക്കോടതിയിൽ പോയിട്ടും ആ ഭാഗം നീക്കിയിട്ടില്ലല്ലോ. കോടതി, തിരുവനന്തപുരത്തെ സ്പെഷ്യൽ എൻക്വയറി കോടതിയും ആ വിഷയം സ്വകാര്യ അന്യായമായി സ്വീകരിച്ചത്, MR അജിത് കുമാറിനും P ശശിക്കെതിരെയുള്ള കേസ്, ADGPക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുള്ള കേസ് സ്വകാര്യം അന്യായമായി സ്വീകരിച്ചത് ഗവൺമെന്റിന്റെ അനുമതിയില്ലാതെ, വിതൗട്ട് സാങ്ഷൻ, അനുമതിയില്ലാതെ സ്വീകരിച്ചതിന്റെ നിയമ സാധ്യത പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കോടതി അത് സ്റ്റേ ചെയ്തത്. അല്ലാതെ മുഖ്യമന്ത്രി നടത്തിയ ഇടപെടലിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ റദ്ദാക്കിയിട്ടില്ല. അതിപ്പോഴും ശക്തമായിട്ട് അവിടെ നിൽക്കുകയാണ്. ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ആഭ്യന്തര വകുപ്പ് ഇന്ന് ഈ നാദനില കളരിയായിട്ട് മാറിയിട്ടുള്ളത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിൽ ദയനീയമായിട്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രി ആ വകുപ്പ് ഒഴിയണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക തന്നെ. പ്രസിഡന്റ്, അതിനിടയിലെ ഇന്നലെ മുൻ KPCC അധ്യക്ഷൻ K സുധാകരന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഈ കുന്നംകുളത്തെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ കഴിച്ചത് ശരിയായില്ല, അത് മോശമായി പോയി എന്ന് K സുധാകരൻ ഇന്നലെ പ്രതികരിച്ചിരുന്നു. എപ്പോഴാണ് ഈ ദൃശ്യം വന്ന് ഓർമ്മയുണ്ടോ? എത്ര വിളിക്കാം? അതിനുശേഷമാണ് ഓണസദ്യ എന്തായാലും. അല്ല, അത് കൃത്യമാണോ? അതെ, കറക്റ്റ്. ദൃശ്യം വന്നത് എത്ര വിളിക്കാം? ദൃശ്യം വന്നത് ഞാൻ അറിഞ്ഞ ഉച്ച കഴിഞ്ഞു. അതുകൊണ്ടാണ് രാവിലെ യാത്ര കൊണ്ടായിരുന്നു. നമുക്കറിയാലോ, അതിൽ ഞാൻ പ്രതികരിക്കുന്നില്ല. സുധാകരൻ്റെ ശൈലിയും സതീശൻ്റെ ശൈലിയും രണ്ടും രണ്ടാണ്. നേരത്തെ വിളിച്ച ഓണസദ്യക്ക് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. സുധാകരനെയാണെങ്കിൽ വിളിക്കുകയില്ല, അദ്ദേഹം പോവുകയില്ല. രണ്ട് ശൈലി വ്യത്യാസമാണ് നമുക്കെല്ലാവർക്കും.